കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദമ്പതികളെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, 2019 വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചത്. പിന്നീട് ഞങ്ങൾക്കിടയിൽ ഒരു വലിയ വഴക്ക് നടന്നു. അതിനുശേഷം അത്തരത്തിലൊരു സിറ്റുവേഷൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനുശേഷം ഒന്നും പഴയതുപോലെ ആയില്ല. ചെറിയ കാര്യങ്ങൾ പോലും വളരെ സംഘർഷമായിട്ടാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ വിചാരിക്കാത്തതിലപ്പുറം കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ ഫിസിക്കൽ വയലൻസിലൂടെ ഒക്കെ എത്തിച്ചേരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. ഹിയർ ഇസ് വൈ ദ ഫൈറ്റ് എൻഡഡ് ബട്ട് ദ വൂണ്ട് ഡിഡ്ന്റ്. Unhealed people don't listen with their ears. They just listen with their triggers. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അത് നമ്മൾ സുഖപ്പെട്ടിട്ടില്ല എങ്കിൽ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതും കാണുന്നതും അറിയുന്നതും പാർട്ട്ണറെ നമ്മൾ നോക്കിക്കാണുന്നതെല്ലാം ആ വേദനയിലൂടെ മാത്രമായിരിക്കും. എവ്രി വേർഡ് യു സേ പാസസ് ത്രൂ ദെയർ past pain, their insecurity, their emotional history. ഡോക്ടർ തീമ ബ്രാൻഡ് വളരെ ബ്യൂട്ടിഫുള്ളി ഇതിൽ പറയുന്ന ഒരു കോട്ട് ഇങ്ങനെയാണ്: വെൻ യു ഡോണ്ട് ഹീൽ വാട്ട് ഹേർട്ട് യു, യു വിൽ ബ്ലീഡ് ഓൺ പീപ്പിൾ ഹു ഡിഡ്ന്റ് കട്ട് യു. നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു മുറിവ് നിങ്ങൾ സുഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ സുഖപ്പെടുത്താനായിട്ടുള്ളൊരു സമയം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ, നിങ്ങളെ മുറിപ്പെടുത്താത്ത, നിങ്ങളെ വേദനിപ്പിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് നിരന്തരമായിട്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങളായിരിക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര, നിങ്ങളുടെ സ്നേഹബന്ധം എക്സോസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റിമെമ്പർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ കോൺവെർസേഷൻ ദാറ്റ്സ് ബ്രോക്കൺ. നമ്മൾ പോലും അറിയാതെ, കാണാതെ കിടക്കുന്ന ചില അൺഹീൽഡ് ട്രോമാസ് അല്ലെങ്കിൽ വൂണ്ട് നമുക്കുള്ളത് കൊണ്ടിട്ടായിരിക്കാം. പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കാനോ, നമ്മുടെ വേദനയെ കണ്ടെത്താനോ, അത് ഹീൽ ചെയ്യാനോ നമുക്ക് സാധിക്കാറില്ല. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ പാർട്ട്ണർ എന്ത് ചെയ്യുമ്പോഴും ഈ പെയിനെയാണ് തറയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഈ വേദനയിൽ നിന്നാണ് നമ്മുടെ പാർട്ട്ണറോട് റെസ്പോണ്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളെ ആക്ച്വലി വേദനിപ്പിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അണ്ടർസ്റ്റാൻഡ്, ഈസ് ദർ എനി അൺഹീൽഡ് വൂണ്ട് ഇൻസൈഡ് യു? ഈസ് ദ പെയിൻ ദാറ്റ് ഹാസൻ ബീൻ ഹീൽഡ്? Healing is not forgetting the fight. It's learning to stop reliving it. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു അൺഹീൽഡ് ആയിട്ടുള്ള വൂണ്ട് കണ്ടെത്താനും അതിനെ കെയർ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കുക.